PM ശ്രീ പദ്ധതിയിലെ സമവായം CPIയെ കബളിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ മുഖ്യമന്ത്രി ഭയക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട്? ആരെയാണ് പേടിക്കുന്നത്? ആര് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് ആരോടും ആലോചിക്കാതെ ഇതിൽ കയറി ഒപ്പുവെച്ചത്? അതാണല്ലോ പ്രശ്നം. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ മിണ്ടാതിരുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ട് മന്ത്രിസഭയിൽ ആരോടും മിണ്ടാതിരുന്നു. എന്താണ് ഈ മന്ത്രിസഭ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത്? പരിശോധിക്കേണ്ടത് ഒപ്പുവെക്കുന്നതിന് മുമ്പല്ലേ. ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത് ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക. എന്നിട്ട് അതിൻ്റെ സമയം പറയാതിരിക്കുക, അതിൻ്റെ കാല അളവ് പറയാതിരിക്കുക. അത് CPI കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. PM ശ്രീ പദ്ധതിയിൽ തെറ്റുപറ്റിയെന്ന് CPM സമ്മതിച്ചെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ മാപ്പ് പറയാൻ തയ്യാറാകണം, CPI ആശ്വസിക്കട്ടെ എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ദേവന്റെ സ്വത്ത് കട്ടതിൻ്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ആലോചിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുന്നു. ആ എഗ്രിമെൻറ്റ് പിന്നെ ഗവൺമെൻറ് കത്തെഴുതിയിട്ട് ആരെ കളിപ്പിക്കാനാണ് അവർ പറയുന്നത്? പിന്നെ CPIക്ക് അത് മതിയെങ്കിൽ അതവർ ആശ്വസിക്കട്ടെ. അവർ പറഞ്ഞ കാര്യം നടപ്പിലായതുകൊണ്ട് അവർ ആശ്വസിക്കട്ടെ. പക്ഷേ അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കൽ ഒപ്പിട്ടാൽ ആ ഒപ്പിൽ നിന്ന് പിൻവാങ്ങുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. പിന്നെ ഈ നയങ്ങളൊന്നും ഇല്ലാതെ ആരാണ് പോയി ഒപ്പിടാൻ പറഞ്ഞത്? CPMന് തെറ്റുപറ്റി എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ആ പദ്ധതിയിൽ നിന്നും തെറ്റുപറ്റി എന്നത് അവർ തുറന്നു പറഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറാവാണ് കേരള ജനതയോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.